ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ് അല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കെമിസ്ട്രി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കെമിസ്ട്രിയുടെ ഒരു ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം ടച്ച് വിട്ടു വരുത്, ആ ഭാഗം ഇങ്ങനെ പഠിച്ചിട്ട് വരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്കിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയും ഭാഗം ഓക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടുത്ത ബ്ലോക്ക്, ദാറ്റ് മീൻസ് പി ബ്ലോക്കിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. പി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ. അപ്പോൾ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡും നമ്മൾ കണ്ടെത്തുന്ന രീതി ഓൾറെഡി മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ വലതുഭാഗത്ത് അല്ലേ, വലതുഭാഗത്താണ് പി ബ്ലോക്ക് ഉള്ളത്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രത്യേകത ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഉത്കൃഷ്ടവാതകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പി ബ്ലോക്ക്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങൾ, ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ, പിന്നെ നമ്മുടെ 18ാം ഗ്രൂപ്പ് നമ്മുടെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓക്കെ. രണ്ടാമത്തെ പ്രത്യേകത, സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ പി ബ്ലോക്കിലുണ്ട്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്കിൻ്റെ അയോണീകരണ ഊർജ്ജത്തെക്കുറിച്ചൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ എസ് ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പി ബ്ലോക്ക് ഇങ്ങനെ പീരിയോഡിക് ടേബിളിൻ്റെ വലതുഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പി ബ്ലോക്കിന് ഉയർന്ന അയോണീകരണ ഊർജ്ജമാണുള്ളത്. ഉയർന്ന അയോണീകരണ ഊർജ്ജമാണുള്ളത്. ഓരോ പീരിയഡ് പരിഗണിക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പീരിയഡ് നോക്കുമ്പോൾ പീരിയഡിൻ്റെ ഏറ്റവും അവസാനം ആ പീരിയഡ് എൻഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് 18 ആണ്, 18ാം ഗ്രൂപ്പാണ്. 18ാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അലസവാതകങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നവയാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. കാരണം അവയുടെ അഷ്ടകം പൂർത്തിയായിട്ട് കിടക്കുകയാണ്. അവർ സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന അയോണീകരണ ഊർജം പർട്ടിക്കുലർ പീരീഡിൽ, ഓരോ പീരിയഡിലും 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കായിരിക്കും. ഓക്കെ. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അലസവാതകങ്ങളുണ്ട്, അതായത് ഉത്കൃഷ്ടവാതകങ്ങളുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ്. ആരെ താരതമ്യപ്പെടുത്തുമ്പോൾ എസ് ബ്ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ്. അപ്പം അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ളൊരു സാധ്യത നമ്മൾ പറയേണ്ട അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അല്ലേ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഫ്ലൂറിൻ ആണ്. അല്ലേ. ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള, ഏറ്റവും കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് പി ബ്ലോക്കിലാണ്. ഓക്കെ. ഇനി ഇവരുടെ ഓക്സീകരണ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളാണ്. 13, 14, 15, 16, 17, 18 അല്ലേ. ഇവിടെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് 0 ഓക്സീകരണ അവസ്ഥയാണ്. 17 ആകുമ്പോൾ -1 ആണ്, 16 -2 ആണ്, 15 -3 ആണ് അല്ലേ. ഇനി 14 അവിടെ +4ഉം -4ഉം കാണിക്കാൻ സാധ്യതയുണ്ട്. 13 +3 ആണ് ഓക്സീകരണ അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും 0 ഓക്സീകരണ അവസ്ഥയും ഏത് ബ്ലോക്കിലുണ്ട്? പി ബ്ലോക്കിൽ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ. വളരെ കൃത്യമായിട്ട് പഠിക്കുക. സോ പി ബ്ലോക്കിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, അലസവാതകങ്ങൾ
സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ മൂലകങ്ങൾ കാണപ്പെടുന്നു. ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് ആരെ താരതമ്യപ്പെടുത്തുമ്പോൾ, എസ് ബ്ലോക്കിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ്. ഓരോ പീരിയഡ് പരിഗണിക്കുമ്പോൾ അവസാനിക്കുന്നത് 18ാം ഗ്രൂപ്പ് വെച്ചിട്ടാണ്. അതായത് അലസവാതകങ്ങളാണ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന അയോണീകരണ ഊർജ്ജം പർട്ടിക്കുലർ ഉത്കൃഷ്ടവാതകത്തിന് ഒരു പ്രത്യേക ഏത് ഉത്കൃഷ്ടവാതകത്തിലാണോ അവസാനിക്കുന്നത് അവയ്ക്കായിരിക്കും ഉയർന്ന അയോണീകരണ ഊർജ്ജം ഉണ്ടാകുന്നത്. ഇനി ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഫ്ലൂറിൻ, ഫ്ലൂറിൻ്റെ വാല്യൂ നിങ്ങൾ 4 ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി പോളിംഗ് സ്കെയിൽ വെച്ചിട്ട്. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ എവിടെ ബ്ലോക്കിലാണുള്ളത്? പി ബ്ലോക്കിലാണ്. ഇനി ഇവരുടെ ഓക്സീകരണ അവസ്ഥയാണ് പറയേണ്ടത്. ഓക്സീകരണാവസ്ഥ, പോസിറ്റീവും നെഗറ്റീവും ഓക്സീകരണാവസ്ഥ ഏത് ബ്ലോക്കിലുണ്ട്? പി ബ്ലോക്കിലുണ്ട്. ഗ്രൂപ്പ് എന്നെടുത്ത് പറയരുത്. 13 + 3, 14 + 4 or -4, 15 - 3, 16 - 2, 17 - 1, 18 0. ഇത് ഗ്രൂപ്പാണ്, മാറിപ്പോവരുത്. 13 14 ഞാൻ കോമ ഉപയോഗിച്ചത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ആരുടെ സവിശേഷത? പി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. നമ്മൾ എസ് ബ്ലോക്കും പഠിച്ചിട്ടുണ്ട്, പി ബ്ലോക്കും പഠിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്കിൻ്റെ സവിശേഷതകളും പി ബ്ലോക്കിൻ്റെ സവിശേഷതകളും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ 2 എലമെൻറ്റ് തന്നിട്ടുണ്ട്. എലമെൻറ്റിൻ്റെ മൂലകത്തിൻ്റെ പ്രതീകം യഥാർത്ഥമല്ല. അവിടെ എക്സ് എന്നും വൈ എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ കോൺഫിഗറേഷൻ വിന്യാസം നോക്കുമ്പോൾ ഏതാ മൂലകം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എക്സ് വൈ എന്നായിട്ടാണ് കാണുക. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നത് പ്രതീകം യഥാർത്ഥമല്ല. ഇവിടെ എക്സിൻ്റെ ബാഹ്യ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിട്ടുള്ളത്, വൈയുടെ ബാഹ്യ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് പൂർത്തിയാക്കി നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടൊന്ന് എഴുതാം. എങ്ങനെയാണ് എഴുതുക? ഓക്കെ, 1s2 2s2 2p6 3s2 അല്ലേ. ഇനി ഇതാ വൈയുടേത് എങ്ങനെയാണ് പൂർണ്ണാക്കുക? 1s2 2s2 2p6 3s2 3p5 അല്ലേ. 1s2 2s2 2p6 3s2 3p5 2 ഇവിടെ 8 2. ഓക്കെ, 2 8 2 ഇവിടെ 2 8 ഇത് 7 അല്ലേ. ഇപ്പോൾ ഏതാ എലമെൻ്റ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, എക്സിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? അപ്പം എക്സിൻ്റെ അറ്റോമിക് നമ്പർ 12 എന്നാലേ കിട്ടിയത്. എങ്ങനെയാണ് കിട്ടുക? 2 8 2 കൂട്ടി നോക്കി, അപ്പോൾ 12 കിട്ടി. ഇനി നമ്മുടെ വൈയുടെ അറ്റോമിക് നമ്പർ സെഡ് സമം ഇതാ 17 അല്ലേ. ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി നോക്കി, അപ്പം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും അറ്റോമിക് നമ്പർ കിട്ടി. ഇനി പറയേ ഇതിൻ്റെ പീരിയഡ് നമ്പർ എത്രയാ? പീരിയഡ് നമ്പർ ഹയസ്റ്റ് പീരിയഡ് നമ്പർ ഉയർന്ന ഷെൽ നമ്പർ ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എത്രയാണെന്ന് എഴുതും? ഇവിടെ 3 ആണ്. ഇനി വൈയുടെ പീരിയഡ് നമ്പറോ? വൈയുടെ പീരിയഡ് നമ്പറും 3s2 3p5 വന്നതുകൊണ്ട് ഏത് തന്നെയാണ്? 3 തന്നെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതേത് ബ്ലോക്കാണെന്നാണ്? എക്സ് ഏത് ബ്ലോക്കിലാണ് വിടുന്നത്? അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് വന്നത്? അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഈ എലമെന്റ് എക്സ് ഉൾപ്പെടുന്ന ബ്ലോക്ക് എസ് ബ്ലോക്കാണ്. ഇനി നമ്മുടെ വൈ ഉൾപ്പെടുന്ന ബ്ലോക്ക് കണ്ടെത്തണം. വൈ ഉൾപ്പെടുന്ന ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ, അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ വന്നത്? ഏത് സബ്ഷെല്ലിലേക്കാ? പിയിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ വൈ ഉൾപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്കാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ഗ്രൂപ്പ് കണ്ടെത്തണം. ആ എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടെത്തുക? ആ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ 2 ആണ് എസ്സിൽ കാണിക്കുന്നത്, അതുകൊണ്ട് 2ാമത്തെ ഗ്രൂപ്പിലാണ്. ഇവിടെ നോക്കൂ, ഇത് പി ബ്ലോക്ക് ആണ്. ഈ നിയമം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പി ബ്ലോക്കിന് പ്രത്യേക നിയമമുണ്ട് ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താണ് ആ നിയമം? പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര കൂട്ടണം? 12 കൂട്ടണം അല്ലേ. അപ്പോൾ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഉണ്ട്. ആ 5ന്റെ കൂടെ എത്ര കൂട്ടണം? 12 കൂട്ടണം. അപ്പോൾ ഈ എലമെന്റ് വൈ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ? 17ാമത്തെ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? ഹാലജൻ കുടുംബം. 2ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? ആൽക്കലൈൻ എർത്ത്
എർത്ത് ലോഹങ്ങൾ. അപ്പോൾ ഇത് ലോഹമാണ്, ഇത് അലോഹമാണ് അല്ലേ. പി ബ്ലോക്കാണ്. പി ബ്ലോക്കിൽ പ്രധാനമായിട്ടും അലോഹങ്ങളാണ് കാണുന്നത്. കൂടാതെ ലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ടവാതകങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സംയോജകത ഒന്നായ മൂലകം ഏതാണ്? ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകമേത്? അയോണീകരണ ഊർജം കൂടിയ മൂലകമേത്? എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് സംയോജകത അഥവാ വാലൻസി ഒന്നായ മൂലകമേത്? ഏതാ അവിടെ വാലൻസി ഒന്നുള്ള മൂലകം ഏതാ? 2, 8, 7 ഇവർക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അഷ്ടകം പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ സംയോജകത അഥവാ വാലൻസി ഒന്നായ മൂലകം ഇവിടെ ആരാണ്? വൈ ആണ്. മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞ കാര്യം? ഇവിടെ നോക്കൂ, 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയാണ് വേണ്ടത്. 2 ആണ്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണല്ലേ യഥാർത്ഥത്തിൽ വാലൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംയോജകത ഒന്നായ മൂലകം ഇവിടെ വൈ ആണ്. ഇനി ഇതാ അടുത്ത ചോദ്യം, ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏത്? ലോഹ സ്വഭാവം എസ് ബ്ലോക്കിലാണ് അല്ലേ. ലോഹ സ്വഭാവം എസ് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 12 അറ്റോമിക് നമ്പർ ഉള്ള ആളാണ് ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താന്ന് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. അയോണീകരണ ഊർജം കൂടിയ മൂലകം ഏത്? അയോണീകരണ ഊർജം കൂടിയ മൂലകം, അതായത് എസിനെ കമ്പയർ ചെയ്യുമ്പോൾ, എസിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അയോണീകരണ ഊർജം ആർക്ക് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു? പിക്ക് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ആരാണ്? വൈ ആണ്. സോ അയോണീകരണ ഊർജം കൂടുതൽ വൈ ആണ്. ഇനി ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. ലോഹ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് പി ബ്ലോക്കിൽ പ്രധാനമായിട്ടും അലോഹങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ അലൂമിനിയം പോലെയുള്ള ചില ലോഹങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞത്. ഇവിടെ എക്സും വൈയും ഇതിൻ്റെ അറ്റോമിക നമ്പർ കണ്ടാൽ 17ാമത്തെ ആളാരാണെന്ന് നിങ്ങൾക്കറിയാം, 12ാമത്തെ ആളാരാണെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ എലമെൻറ്റിനെ തിരിച്ചറിയുന്നത് കൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് യാതൊരുവിധ സംശയമില്ലാതെ പറയാൻ കഴിയണം ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണെന്ന്? എക്സ് ആണെന്ന്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എക്സും വൈയും, അവർ എക്സും വൈയും എന്ന് തന്ന അതേ ഓർഡറിൽ എഴുതണം എന്ന് നിർബന്ധമില്ല കേട്ടോ. എന്തിനടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുക? കാറ്റയോൺ ആദ്യം എഴുതണം, പിന്നീടാണ് ആനയോൺ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, എക്സ് ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവ എത്ര ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയുക ചെയ്യുന്നത്? 2 ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയുന്നു. 2 ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയുമ്പോൾ അവർ ഏത് ചാർജാണ് കൈവരിക്കുന്നത്? +2 ചാർജാണ് കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാലൻസി സംയോജകത എത്രയായിരിക്കും? സംയോജകത 2 ആണ്. സംയോജകത 2ഉം ഓക്സീകരണാവസ്ഥ +2 ആണ്. ഇനി നമ്മുടെ വൈ ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ വൈ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക ചെയ്യാം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇയാളുടെ ചാർജ് ഓക്സീകരണാവസ്ഥ എത്രയായിട്ട് മാറും? -1 ആയിട്ട് മാറും. സംയോജകത 1 മാറും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആർക്ക് തന്നെയാണ്? എക്സിന് തന്നെയാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ എക്സിനെ ആദ്യം എഴുതുന്നു. ഇനി നമ്മൾ തൊട്ടിപ്പുറം വൈ രേഖപ്പെടുത്തുന്നു. എക്സിൻ്റെ മുകളിൽ +2 കാണിക്കുന്നു. എക്സിൻ്റെ മുകളിൽ +2 കാണിക്കുന്നു. വൈയുടെ മുകളിൽ -1 കാണിക്കുന്നു. അതാ അവർ തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ +2 വൈ -1 എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ചാർജ് ഇല്ലാതെ ആ സംഖ്യ മാത്രം എടുത്ത് താഴേക്ക് എഴുതുന്നു. ഓക്കെ, 2, 1. ഇനി ഇത് പരസ്പരം മാറ്റി എഴുതുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? XY2. അപ്പോൾ ഇവിടെ വെട്ടാനൊന്നുമില്ലല്ലോ. അപ്പം എക്സും വൈയും ചേർന്ന് രൂപീകരിക്കുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണ്? XY2. നോക്കൂ, ഞാൻ ഈ എക്സ് ഒന്ന് മാറ്റാണ് കേട്ടോ. എക്സ് 12 മെഗ്നീഷ്യാണ്, 17 ക്ലോറിനാണ്. അപ്പം നമ്മൾ എന്താ എഴുതുക?
MgCl2 എന്നാണ് എഴുതുക, മെഗ്നീഷ്യം ക്ലോറൈഡ്. അതാണ് അവർ നമുക്ക് എലമെൻ്റ് ഏതാണെന്ന് തരാതെ XY ഫോമിൽ തന്നിട്ടുള്ളത്. സോ എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തം XY2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എസിൻ്റെ സവിശേഷതകൾ, പിയുടെ സവിശേഷതകൾക്ക് ശേഷം നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സംബന്ധിച്ച് പരീക്ഷയിൽ സ്ഥിരം ചോദ്യമുള്ള മേഖലയാണ് ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ സവിശേഷതകൾ. ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പറയാനുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിൻറ്റ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് വിശദീകരണം നൽകാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയാം. അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് കടന്നു ചെല്ലണം? ഡി സബ്ഷെല്ലിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ ആ എലമെൻറ്റ്, ആ മൂലകം ഏത് ബ്ലോക്കിലായിരിക്കും? ഡി ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുന്നത്. ഇവ ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. അതായത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ, 3D 4s എന്നാണ് എഴുതുക. 4sൽ ഇലക്ട്രോൺ നൽകിയതിന് ശേഷം നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? 3Dയിലേക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. നമ്മൾ പറയും പെനൾട്ടിമേറ്റ് ഷെല്ലിലാണെന്ന്. പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. അപ്പം 3D 4s നോക്കൂ, 3D 4s, 4sന് ഉള്ളിലാണ് ആരുള്ളത്? 3D. അതായത് 4sൽ ഇലക്ട്രോൺ നൽകിയതിന് ശേഷം നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നു? 3Dയിലേക്ക് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ 3D 4s ഇത് 4ാം പീരിയഡ് ആണ് അല്ലേ. ഇനി ഇതിൻ്റെ തൊട്ടു താഴെയുള്ള ഒരു എലമെൻറ്റിൻ്റെ, ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കും നിങ്ങൾ, ഇയാൾ സ്കാൻഡിയാണ്, 3D1 4s2 ആണെന്ന് വിചാരിക്കൂ. ഈ സ്കാൻഡിയത്തിൻ്റെ തൊട്ടു താഴെയുള്ള ഒരു മൂലകത്തിൻ്റെ ബാഹ്യ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? 3D എന്തായിട്ട് മാറും? 4D ആയിട്ട് മാറും. 4s എന്തായിട്ട് മാറും? 5s ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അങ്ങനെ ഏതിൻ്റെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3s2ൽ അവസാനിക്കുന്ന എസ് ബ്ലോക്ക്, അതിൻ്റെ തൊട്ടു താഴെയുള്ള ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? 4s2 എന്നെഴുതും. ഓക്കെ, അപ്പം പറഞ്ഞ പോയിന്റ് നോക്കുക. ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലായി ക്രമീകരണം സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്, പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ അഥവാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പിലും പീരിയഡിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. നമ്മൾ സാധാരണ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് അല്ലേ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇവർക്ക് ഏകദേശം ഒരേ സ്വഭാവം, ഇവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഗ്രൂപ്പുകളിൽ ഒരു ഫാമിലി, ഒരു കുടുംബം എന്ന് നമ്മൾ ഇവരെ വിളിക്കുന്നത്. അത് ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് നമ്മൾ സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം കാണുന്നത്. നേരത്തെയുള്ള ബ്ലോക്കുകളിലൊന്നും ഒരു പീരിയഡിൽ നമ്മൾ സാദൃശ്യം കാണുന്നില്ല. ഈ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഇലക്ട്രോൺ വിന്യാസം ഗ്രൂപ്പിലും പീരിയഡിലും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടു തന്നെ ഇവ ഗ്രൂപ്പിലും പീരിയഡിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. ഗ്രൂപ്പിലും പീരിയഡിലും ഇത് 3D1 4s2 അല്ലെ, ബാഹ്യം അവസാനം മാത്രമാണ് എഴുതുന്നുള്ളൂ. 3D2 4s2, അടുത്ത ആള് 3D3 4s2 അല്ലേ, അടുത്ത ആള് 3D4 4s2 എഴുതോ, 3D5 4s1, അടുത്ത ആള് 3D5 4s2, 3D6 4s2, 3D7 4s2, 3D8 4s2, 3D9 4s2 എഴുതുമോ? ഇല്ല അല്ലേ. 3D10 4s1, 3D10 4s2. ഈ രീതിയിൽ നോക്കൂ. 4s2 ആകെയുള്ള ക്രോമിയത്തിനും കോപ്പറിനും മാത്രം ചെറിയൊരു മാറ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതൊരു പീരിയഡിലുള്ള എലമെൻ്റാണ്, പീരിയഡിലുള്ള മൂലകങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിലും പീരിയഡിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു.
പിന്നെ അടുത്ത പോയിന്റ്, ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ്. നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള ഭാഗം ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, അതവിടെ കിടക്കട്ടെ, പോയിന്റായിട്ട് ഇവിടെ കിടക്കട്ടെ. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. പിന്നീട് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റിന്റെ സംയുക്തങ്ങൾ മിക്കവയും എന്താണ്, നിറമുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് വെച്ച് പാട്ടൊക്കെ ഇല്ലേടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7, ആൻഡ് ദെൻ ഫെറസ് സൾഫേറ്റ്, ഇവയൊക്കെ എന്താണ്, ഇതാ നോക്കൂ, മാംഗനീസ്, ക്രോമിയം, അയൺ, ഇവയൊക്കെ എന്താണ്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഇനി ഈ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. സംക്രമണ മൂലകങ്ങളെയും അവയുടെ ചില സംയുക്തങ്ങളെയും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. എവിടെയാണെന്ന് ഓർത്തു നോക്കിക്കേ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ ഓർക്കുന്നില്ലേ? സമ്പർക്ക പ്രക്രിയയിൽ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്രേരകത്തിന് ഉപയോഗിച്ചില്ലേ? വനേഡിയം പെന്റോക്സൈഡ്. ഈ വനേഡിയം ഏത് ബ്ലോക്കിലുള്ള ആളാ? ഡി ബ്ലോക്കിലുള്ള ആളാണ്. ഇനി നോക്കൂ, നമ്മുടെ ഇരുമ്പിന്റെ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ, ഹേബർ പ്രോസസ്സ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ, ഹേബർ പ്രക്രിയയിൽ നമ്മൾ സ്പോഞ്ചി അയൺ അല്ലേ ഉപയോഗിച്ചത്? ഈ അയൺ ഏത് ബ്ലോക്കിലുള്ള ആളാ? ഡി ബ്ലോക്കിലുള്ള ആളാണ്. അപ്പം സംക്രമണ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും എന്തായി ഉപയോഗിക്കുന്നു? ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ നിറമുള്ളവയാണ്. ഉദാഹരണമായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഫെറസ് സൾഫേറ്റ്, അങ്ങനെ തുടർന്ന് പോകുന്നു. ഇനി ഈ നിറമുള്ള സംയുക്തത്തിന് കാരണം ഇവയിലുള്ള സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് അതിന് നിറം കൊടുക്കുന്നത്. സംക്രമണ മൂലകത്തിൻ്റെ അയോണുകളുടെ സാന്നിധ്യമാണ് ഈ സംയുക്തത്തിന് കളർ കൊടുക്കുന്നത്. ഇനി വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഗ്രൂപ്പിലും പീരിയഡിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യമുണ്ട്. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ് നടക്കുന്നത്. പെനൾട്ടിമേറ്റ് ഷെല്ല് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ്. അപ്പം ഞാൻ ബോർഡ് മായ്ക്കാൻ പോവാണ്. നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ പറയണം. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഴുതാൻ ചോദിക്കും. ഇതിൻ്റെ ചില വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പിട്ട് ഈ സവിശേഷതകൾ ഓരോന്നായിട്ട് പറഞ്ഞേ. ഇവ ലോഹങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നീട് അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഇവ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ബ്ലോക്ക് ചോദിച്ചാൽ ഡി ബ്ലോക്കാണ്. സോ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു അല്ലേ? ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. എല്ലാ പോയിന്റും ആയോ? ഇല്ല, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ വിട്ടു. ഏതാണ്? ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. പീരിയഡിലും ഗ്രൂപ്പിലും സ്വഭാവ ഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഡി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഭാഗത്തിന് വളരെ കൃത്യമായ വിശദീകരണം വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗം വേറെ ഒന്നുമല്ല, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ സോഡിയത്തിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതൂ. നമുക്ക് മുന്നിൽ ഈ ഫോമിൽ, അതായത് NaCl എന്ന് എഴുതുക മാത്രമേ രക്ഷയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ആളാണ്. എസ് ബ്ലോക്കിന് നിശ്ചിത വാലൻസിയും നിശ്ചിത ഓക്സീകരണാവസ്ഥയാണ്. സോഡിയം 1ാം ഗ്രൂപ്പിലായതുകൊണ്ട് അത് +1 ഓക്സീകരണാവസ്ഥയാണ് കാണിക്കുള്ളൂ. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എങ്ങനെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ? NaCl എന്ന ഫോമിൽ. ഇനി ഞാൻ പറയാണ്, നിങ്ങൾ അയണിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതൂ, ഇരുമ്പിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ തന്നെ കുട്ടികൾ എങ്ങനെയൊക്കെ എഴുതും?
ചില ആളുകൾ FeCl2, ചില ആളുകൾ FeCl3. തെറ്റാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, രണ്ടും ശരിയാണ് അല്ലേ. അയണിന്റെ ക്ലോറൈഡ്, അയൺ ഓർക്കണേ, ഇരുമ്പ് അല്ലേ, ഇരുമ്പ് ഏത് ബ്ലോക്കിൽ പെടുന്ന ആളാ? ഡി ബ്ലോക്കിൽ പെടുന്ന ആളാ. അപ്പൊ ഇരുമ്പിന്റെ ക്ലോറൈഡ് ഞാൻ എഴുതാൻ പറഞ്ഞാൽ FeCl2 എന്ന് എഴുതാം, FeCl3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ അങ്ങനെ സാധിക്കുമോ? ഇല്ല. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ? NaCl എന്ന് മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, FeCl2, FeCl3 എന്താണ് അവിടെ കാണുന്ന മാറ്റം നോക്കൂ. ക്ലോറിൻ ആണ് അല്ലേ, ക്ലോറൈഡ് ആണ്. അപ്പൊ ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ എങ്ങനെയാ നമ്മൾ കാണിക്കുക? -1 എന്നാ കാണിക്കുക. ഇതൊക്കെ 9ാം ക്ലാസ് ആണ്, ഇതൊക്കെ എടുത്ത് പഠിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാറ്റയോണും ആനയോണിൻ്റെയും ചാർജ് ഉള്ള ഒരു ടേബിള് 9th ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് എഴുതി വെക്കാം, നമ്മളെ നോട്ടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നുവെച്ചാൽ എല്ലാവരും തന്നെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ ക്ലോറിൻ്റെത് -1 ആണ്. ഇനി നമുക്ക് FeCl2 ഇരുമ്പിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതാ ഈ സമയത്ത് ഇതിന് ചാർജ് ഒന്നും ഇല്ലല്ലോ മക്കളെ. അപ്പം ഈ ഇരുമ്പിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുമ്പോൾ നമുക്ക് അറിയില്ല ഇരുമ്പ് എത്രയാണ്. അപ്പം നമ്മൾ എന്ത് കൊടുത്തു? X എന്ന് കൊടുത്തു. ഒരു ക്ലോറിൻ്റെത് -1 ആണ്. അങ്ങനത്തെ എത്ര ക്ലോറിൻ ഉണ്ട് ഇവിടെ? 2 ക്ലോറിൻ ആണുള്ളത്. അപ്പം -1 × 2. ഇനി ഈ ഓക്സീകരണ അവസ്ഥകളുടെ തുക എത്രയാണ്? 0 ആണ്, 0 ആണ് അല്ലേ. സോ X പ്ലസ് -1 × 2 is equal to 0. X minus 2 is equal to 0. X is equal to +2. ഇവിടെ ഇരുമ്പ്, ഈ FeCl2 ഇരുമ്പിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +2 ആണ്, +2. നോക്കൂ, അതാണ് ഇവിടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം? Fe2+ എന്ന് കാണിക്കാം കേട്ടോ, 2+. ഇനി FeCl3 എങ്ങനെ കൊടുക്കും? പറയേണ്ട കൂടെ പറയേ. X പ്ലസ് -1 × 2 ആണ് കൊടുക്കേണ്ടത്. അല്ല, ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? -1 × 3 is equal to 0. X minus 3 is equal to 0. X is equal to +3. FeCl3 അയൺ, ഇരുമ്പ് ഏത് ഓക്സീകരണാവസ്ഥയിലാണ് കാണുന്നത്? +3 ഓക്സീകരണാവസ്ഥയിലാണ്. നോക്കൂ, ഇരുമ്പിന് 2 ഓക്സീകരണാവസ്ഥകളിലെ ഒന്ന് +2 ആണ്, ഒന്ന് +3 ആണ്. ഇവിടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയല്ലേ കാണിക്കുന്നത്? അതല്ലേ നമ്മളെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. FeCl2 +2ഉം FeCl3 +3യുമാണ് ഇരുമ്പിന്റെ ഓക്സീകരണാവസ്ഥ. ക്ലിയർ ആണോ? വ്യക്തമാണോ? ചെയ്ത രീതി ഓക്കെ ആണോ? ശരി, ഇനി ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുക, അയണിന്റെ, ഇരുമ്പിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും. നമ്മൾ എഴുതുമല്ലോ. എങ്ങനെ എഴുതും? 1s2 ആറ്റോമിക നമ്പർ 26 ആണ് അറിയണം. 1s2 2s2 2p6 3s2 3p6 3d6 4s2 അല്ലേ. 4sൽ ഇലക്ട്രോൺ നൽകിയ ശേഷം 3dയിൽ ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇതവിടെ കഴിഞ്ഞ് ഇനി ചോദ്യം വരുന്ന ഭാഗം, ഇരുമ്പ് അല്ലെങ്കിൽ അയൺ +2 ഓക്സീകരണാവസ്ഥ കാണിക്കുമ്പോഴും +3 ഓക്സീകരണാവസ്ഥ കാണിക്കുമ്പോഴുമുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും. എങ്ങനെയാ നമ്മൾ ചെയ്യുക? ഈ എലമെന്റ്, ഈ മൂലകം ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്. 3D 4s എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട S ബ്ലോക്കും P ബ്ലോക്കും അല്ലേ, എസും പിയും കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ബ്ലോക്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവസാന എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോണും, പി ബ്ലോക്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവസാന പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുമാണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3Dയും 4sഉം വളരെ ശ്രദ്ധിക്കണേ. 3Dയും 4sഉം തമ്മിൽ ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3Dയും 4sഉം തമ്മിൽ ഊർജത്തിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക 4s സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. 4s സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം ആർക്കും കൂടി പങ്കെടുക്കാം, 3D സബ്ഷെല്ലിലെ ഇലക്ട്രോണിനും
രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാം. എസിനെയും പിയെയും അപേക്ഷിച്ച് ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പറയുന്നത്. എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം ആര് കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? 4s സബ്ഷെല്ലിൽ ഇലക്ട്രോണൊപ്പം 3d സബ്ഷെല്ലിൽ ഇലക്ട്രോണും പങ്കെടുക്കുന്നു. ഇവ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രം എന്തില്? ഊർജത്തിൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആദ്യം 4s ഇലക്ട്രോൺ കൊടുത്തിട്ടാണ് 3dയിൽ കൊടുക്കുന്നത്. അതൊക്കെ ഓക്കെ, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളിങ്ങ് മൂപ്പനാകും. ആരാദ്യം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? 4s ഇലക്ട്രോൺ ആണേ പങ്കെടുക്കുന്നത്. 4s ഇലക്ട്രോൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആര് പങ്കെടുക്കുള്ളൂ? നമ്മുടെ 3dയും പങ്കെടുക്കും. 4s കഴിഞ്ഞിട്ട് 3d പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഇവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാലോ. Fe2+, അതിന്റെ മീനിങ് എന്താ? അതിന്റെ അർത്ഥം എന്താ? ഇരുമ്പ് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. എവിടുന്നാ പോവുക? 4s എന്നാ പോവുക. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ. Fe2+ൽ 1s2 2s2 2p6 3s2 3p6 3d6 അല്ലേ? 26ന്ന് 2 അങ്ങ് പോയി കഴിഞ്ഞു. അപ്പൊ 24 നോക്കി നോക്ക്. 2 4 10 12 18 6 24. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആരത് എഴുതണം? Fe3+ എഴുതണം. എങ്ങനെയാ Fe3+ പോകുന്നത്? യെസ്, ഇരുമ്പിന്റെ ഇലക്ട്രോൺ ഇല്ലേ? അതിൻ്റെ അകത്ത് നിന്ന് എത്ര ഇലക്ട്രോൺ പോകുന്നുണ്ട്? 3 ഇലക്ട്രോൺ പോകുന്നുണ്ട്. 2 എണ്ണം മാത്രമേ ആരെ കയ്യിലുള്ളൂ? 4s അടുത്തുള്ളൂ. അപ്പം വരുന്ന 1 ആര് കൊടുക്കാൻ തയ്യാറാകൂ? 3d ഒരു ഇലക്ട്രോൺ അങ്ങ് കൊടുക്കും. അപ്പം 2ഉം 1ഉം 3. അപ്പൊ ഇവിടെ 6ന്ന് 1 കുറഞ്ഞാൽ എത്ര വരും? 5. അപ്പൊ Fe3+ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും നമ്മൾ? 1s2 2s2 2p6 3s2 3p6 യെസ് 3d5. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ക്ലാസ് ഇങ്ങനെ വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല, നന്നായി എഴുതി പഠിക്കണം. നമ്മളെ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം നോട്ട് എഴുതിയാൽ മതി. ഞാൻ പറയുന്ന കൂട്ടത്തിൽ വെറുതെ നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് എഴുതാനൊക്കെ. അപ്പം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒരൊറ്റ എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്തത് മാംഗനീസിൻ്റെ 2 എക്സാമ്പിൾസാണ് തന്നിട്ടുള്ളത്, ഉദാഹരണങ്ങളാണ്. ഒന്ന് മാംഗനീസിൻ്റെ ഓക്സൈഡുകളാണ് അല്ലേ? ഓക്സിജനാണ്. ക്ലോറിനാണ് അവിടെ കാണുന്നത്, അല്ല ഓക്സിജനാണ് കൊടുത്തിട്ടുള്ളത്. സോ മാംഗനീസ് ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരത് അറിയില്ല? മാംഗനീസിൻ്റെ അറിയില്ല. സോ എക്സ് പ്ലസ് ഒരു ഓക്സിജൻ്റെത് -2 × 2 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? =0. സോ x - 4 = 0. x +4. ഇവിടെ മാംഗനീസ് ഏത് ഓക്സീകരണ അവസ്ഥയിലാണ് കാണുന്നത്? ഇവിടെ മാംഗനീസ് +4ലാണ് കാണുന്നത് അല്ലേ? മാംഗനീസ് +4ലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇതായി. ഓക്കെ, ഇനി നമുക്ക് മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വേണ്ടി നോക്കാം. മാംഗനീസ് 1s2 2s2 2p6 3s2 3p6 3d5 4s2 3d5 4s2. ഇത് മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. ഇനി നമുക്ക് മാംഗനീസ് ഏത് സ്റ്റേറ്റിൽ എഴുതണം? 4+ എഴുതണം. അപ്പോൾ എവിടെ നിന്ന് ഇലക്ട്രോൺ പോകും? 4s നിന്ന്. 4sൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. നമുക്ക് 4 എണ്ണം കളയണം. അപ്പം 2 4s കൊടുക്കും. 2 എവിടെ നിന്ന് കൊടുക്കും? 2 നമ്മളെ 3d നിന്ന് കൊടുക്കും. അപ്പോൾ 3dയിൽ എത്ര എണ്ണം അവശേഷിക്കും? 5 കുറയ്ക്കണം 2 3 എണ്ണം അവശേഷിക്കും. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? Mn4+ 1s2 2s2 2p6 3s2 3p6 s3d3 അല്ല 3d3. രണ്ടും 4 എണ്ണം കൊടുത്തു. 3p6 3d3. ഓക്കെ, ഇനി അടുത്തത് ഇതാ ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് Mn2O3.
എന്താ ഇവിടെ കാണുന്ന പ്രത്യേകത? നേരത്തെ ഒക്കെ ഒരു മാംഗനീസ് ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? 2 മാംഗനീസ് ഉണ്ട്. ഇവിടെ ഒരു മാംഗനീസ് ആയതിനെ കൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? എക്സ് എടുത്തത്. അപ്പോൾ 2 മാംഗനീസ് ഉണ്ടെങ്കിൽ എക്സ് 2x ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എക്സ് ആണ്. നമുക്കറിയില്ല ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ. അപ്പം നമ്മൾ എക്സ് കൊടുത്തു. അപ്പോൾ 2 മാംഗനീസ് ഉണ്ട്. എക്സ് ഇൻറ്റു 2 അപ്പോൾ എന്തായിട്ട് മാറും? 2x 2x ആയിട്ട് മാറും. 2x പ്ലസ് മൈനസ് 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 0. 2x മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. 2x ഈസ് ഈക്വൽ ടു പ്ലസ് 6. ചാർജിങ് കാണിക്കാൻ മറന്നു പോവരുത്. നിർബന്ധമായിട്ടും ചാർജ് ഇടണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവോ, മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കണം, നിർബന്ധമാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 6/2 ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് 3. എന്താ മീനിങ്? ആ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. 3 ഇലക്ട്രോണിനെ കൊടുക്കണമെങ്കിൽ 4sൽ നിന്ന് 2ഉം 3Dയിൽ നിന്ന് 1ഉം പോകും. 3Dയിൽ നിന്ന് 1 പോയാൽ അവശേഷിക്കുക 3D 4 ആണുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതും Mn3 പ്ലസ് Mn3 പ്ലസ്. എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും? 1s2 2s2 2p6 3s2 3p6 3D 2 4s എന്ന് കഴിഞ്ഞു. 3D 1 കൊടുത്തു. 3D 4 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. ഒരു തവണ കേട്ടിട്ട് മാത്രം കാര്യമില്ല, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ടീച്ചർ ഒരു വർക്ക് തരികയാണ്. നമ്മൾ ടേബിള് പട്ടിക 1.17 പേജ് നമ്പർ 26 26ാമത്തെ പേജിൽ പട്ടിക 1.17 ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക അടുത്ത ക്ലാസ് ആവുമ്പോഴേക്ക്. നന്നായിട്ട് പഠിക്കുക. അപ്പം എസ് പി ഡിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം, പ്രത്യേകതകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിൻ്റെ ചെറിയ വർക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാം തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടായിരിക്കും. അപ്പം സാറ് നിങ്ങൾ അപ്പോൾ അടുത്തൊരു ക്ലാസ് കൊണ്ട് നമ്മൾ പാഠഭാഗം 1ാമത്തെ ഭാഗം അവസാനിക്കും. എഫിൻ്റെ സവിശേഷതകൾ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വിളിച്ച് ചോദിക്കുക, ക്ലിയർ ചെയ്ത് പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും വർക്ക് വിലയിരുത്താമിലൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചെയ്തു നോക്കൂ. ഇനി ഞാൻ പറഞ്ഞ വർക്ക് നിർബന്ധമായിട്ടും നോട്ടിൽ കാണണം. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.